ശ്രീ ജിൻഡോ, ഇവിടെ അങ്ങനെയെങ്കിൽ പിന്നെ സനോജ് ആവർത്തിച്ചുപയോഗിച്ചൊരു വാക്കുണ്ട് താങ്കളുമായി ബന്ധപ്പെട്ട്, താങ്കളുടെ നിസ്സഹായത. എന്താണ് ആ നിസ്സഹായാവസ്ഥയുടെ കാരണം? വേണു, എനിക്കൊരു 3 മിനിറ്റ് തരണം ഇടപെടാതെ. എൻ്റെ ഭാഗം എനിക്ക് പറഞ്ഞു വെക്കാനായിട്ട്. ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വരുന്നതാണ്. താങ്കൾ ആദ്യഘട്ടത്തിൽ എന്നിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞൊരു വാചകം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എത്ര സൂക്ഷ്മദർശിനി ഉപയോഗിച്ചാലും ജിൻഡോയ്ക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ജിൻഡോയ്ക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ വേണു. എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിൽ തല്ലുന്നത് കാണും എന്ന് എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല. എൻ്റെ പാർട്ടി ജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് അതിക്രമങ്ങൾ നേരിട്ട ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകനായിട്ട്, അതിക്രമങ്ങൾ നേരിട്ട് ഇവിടം വരെ എത്തിയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാൻ എൻ്റെ പാർട്ടിയെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ചൂഴ്ന്ന് കണ്ട് നേതാക്കന്മാർ തമ്മിൽ ഏതെങ്കിലും വാക്കിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് കാണേണ്ട അങ്ങനത്തെ ഒരു കണ്ണ് എനിക്കില്ല. എൻ്റെ കണ്ണ് കോൺഗ്രസ്സുകാരൻ്റെ കണ്ണാണ്. അത് എൻ്റെ ഒരു കുറവായിരിക്കാം. ഇനി രണ്ടാമത്തത്, ഓരോ വാചകവും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന ഓരോ വാചകവും ഒരുപോലെ ആയിരിക്കാൻ ഞങ്ങൾ KPCC ഓഫീസിൽ ക്യാപ്സ്യൂൾ നിർമ്മാണമില്ല. CPMന്റെ പ്രതിനിധികളായിരിക്കും എല്ലാ ചാനലിലും ഒരേ അഭിപ്രായം പറഞ്ഞത്. കോൺഗ്രസിൻ്റെ എല്ലാ പ്രതിനിധികളും വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരേ ആശയം പറയും. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അടുത്ത്, എനിക്ക് അൻവറിൻ്റെ കാര്യത്തിൽ അൻവർ നടത്തിയ പ്രസ്താവനകളിൽ അൻവർ കാല് പിടിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഏത് നേതാവിൻ്റെ കാല അൻവർ പിടിച്ചത്? കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് അൻവർ എത്തിയെന്നാണോ അൻവർ പറയുന്നത്? അങ്ങനെ ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. അൻവർ അത്രത്തോളം കാല് പിടിക്കേണ്ട ഗതികേടിൽ എത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അൻവർ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ത്? ആരാണ് അവിടം വരെ അൻവറിനെ എത്തിച്ചതെന്ന് അൻവർ പറയണം. രണ്ടാമത്തത്, കോൺഗ്രസിലെ നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയും UDF കൺവീനറിൻ്റെയും മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ സീനിയോറിറ്റി കുറവും തീരുമാനിക്കാൻ കോൺഗ്രസിന് പുറത്ത്, UDFന് പുറത്ത് നിൽക്കുന്ന മറ്റൊരു പാർട്ടിയുടെ നേതാവ് തീരുമാനിക്കാനായിട്ട് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വരുന്നതിനുള്ള തടസ്സങ്ങളായിട്ട് വരുന്നത്. അടുത്തത്, മുൻ അധ്യക്ഷന്മാർ പറഞ്ഞതിനെക്കുറിച്ച് വേണു ഇവിടെ പറഞ്ഞല്ലോ. മുരളീധരൻ മുൻ KPCC അധ്യക്ഷനാണ്, AK ആന്റണി മുൻ KPCC അധ്യക്ഷനാണ്, VM സുധീരൻ മുൻ KPCC അധ്യക്ഷനാണ്. ഇവരെല്ലാവരും പറഞ്ഞത് ഒരേ അഭിപ്രായം തന്നെയാണ്. സുധാകരൻ പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കും. അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞത് എന്താ? KC വേണുഗോപാലിന് മറ്റൊരു നിലപാടുണ്ട്, അൻവറെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു എന്ന്. ഒരു 2 മിനിറ്റ് മുമ്പല്ലേ KC വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത് ലൈവിൽ? KC വേണുഗോപാൽ പറഞ്ഞെന്താ? കേരളത്തിലെ UDFന്റെയും കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കും എന്നാണ്. അതിന്റെ അർത്ഥം ഇവിടുത്തെ KPCC പ്രസിഡന്റ്, UDF ചെയർമാൻ, UDF കൺവീനർ, UDF നേതാക്കന്മാർ കൂടി തീരുമാനിക്കും അൻവറിന്റെ കോൺഗ്രസിലേക്ക്, UDFിലേക്കുള്ള വരവിനെ കുറിച്ച്. ഇനി CPMന്റെ പ്രതിനിധി പറഞ്ഞത് എൻ്റെ ഗതികേടെന്നാ. എനിക്കൊരു ഗതികേടുമില്ല സനോജെ. കാരണം അൻവർ പിതാവിന് സമാനമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് നടന്ന അൻവർ പിണറായി വിജയനെതിരെ നിരന്തരം ആക്ഷേപം ചോദിച്ച് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ RSSന്റെ പണിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ 21 ദിവസക്കാലം CPMന്റെ ഔദ്യോഗിക പ്രതിനിധികൾ കേരളത്തിൽ ചാനലിൽ വന്നില്ല. അന്നൊക്കെ ഞങ്ങൾ വന്നു. 21ാം ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് ചാനലുകൾക്ക് മുമ്പിൽ വന്ന് അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ പ്രതിനിധികൾ ചാനലുകൾ വന്ന് അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾ വരുന്നില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ പറയുന്ന ആക്ഷേപങ്ങൾ ഞങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥി പര്യടന പരിപാടികൾ തുടങ്ങി, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു അവിടുത്തെ MLA? LDF ആയിരുന്നില്ലേ? ആ LDFന്റെ MLA എങ്ങനെയാണ് രാജിവെച്ചത്? ആ സാഹചര്യം പരിശോധിക്കണം. നിലവിൽ അവിടെ ആരാ ജയിക്കാൻ സാധ്യത? UDFനാണ്. ഇനി LDF ആണ് ജയിക്കുന്നെങ്കിൽ UDFന് എന്താ നഷ്ടമുള്ളത്? കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെടുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആർക്കാ നഷ്ടം വരുന്നത്? ആത്യന്തികമായിട്ട് അൻവറിനായിരിക്കും നഷ്ടം വരുന്നത്. അൻവർ ഉന്നയിക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം നടക്കണമെങ്കിൽ ആരിലൂടെയാണ് അത് വിജയിക്കാൻ സാധ്യത? UDFിലൂടെയാണ്. സ്വാഭാവികമായിട്ടും UDFിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നയാൾ ചെന്ന് കയറാൻ പോകുന്ന വീടിന് തീയിടുന്ന പണി ചെയ്താൽ അത് ചിലപ്പോൾ കടന്നു വരാൻ ഇച്ചിരി വൈകും. കാരണം വീടൊക്കെ പിന്നെ ഒന്നും മരിക്കേണ്ടവരില്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം ഈ അഭിപ്രായം പറയാൻ. പിന്നെ കോൺഗ്രസിൽ തമ്മിലടിയാണെന്ന് കണ്ടെത്തുന്ന സൂക്ഷ്മദർശിനിയൊക്കെയുള്ള CPM നേതാക്കന്മാർ MB രാജേഷും റിയാസും തമ്മിൽ ആ ഫ്ലെക്സിൽ തല വരാൻ വേണ്ടി നടത്തുന്ന തമ്മിലടിയെ കുറിച്ചിട്ട് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ നടത്തുന്നത്. അൻവർ എങ്ങനെയാണ് പുറത്ത് വന്നതെന്ന് മനസ്സിലാക്കിയാൽ അറിയാം തമ്മിലടി എവിടെയാണെന്ന്. തമ്മിലടി കേരളത്തിലെ LDFിലാണ്, പിണറായി വിജയൻ നയിക്കുന്ന മുന്നണിയിലാണ് തമ്മിലടി നടക്കുന്നത്. അവിടെയാണെന്നുള്ള എൻ്റെ വ്യക്തമായ തെളിവല്ലേ നിലമ്പൂരിലെ LDFന്റെ MLA ആയിരുന്ന അൻവർ രാജിവെച്ച് ഇന്ന് അവിടെ ഒരു ബൈ ഇലക്ഷന് സാധ്യത വന്നത്? അതിന്റെ അർത്ഥം എന്താ? തമ്മിലടി അവിടെയാണ്, അല്ലാതെ കോൺഗ്രസിലല്ല. കോൺഗ്രസിൽ ഏതെങ്കിലും നേതാക്കന്മാർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്ന് ഒരു റിബലിനെ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയോ? കിട്ടിയില്ലല്ലോ. BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ തെണ്ടി നടക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ LDFനും BJPക്കും NDAക്കും ഒന്നും സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വരുന്ന 23-ാം തീയതി കേരളത്തിന്റെ നിയമസഭ കയറാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായിരിക്കും. ഒരു സംശയം വേണ്ട. ബാക്കിയെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകളായിട്ട് നടന്നോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ പണിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അൻവറിന്റെ പിന്നാലെ നടന്നോ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു തർക്കവും ഇല്ല.